പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരിയിലേക്ക് കടക്കുന്നു. പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂഹു. പത്മരാഗം, അതായത് റൂബി എന്നാണ് അമ്മയുടെ അലങ്കാരം എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്നാൽ പത്മരാഗം എന്നാൽ, രാഗം എന്നാൽ ഡിസയർ, കാമനകൾ, നമ്മളുടെ ഉള്ളിലെ കാമനകളെയും ഇച്ഛകളെയുമാണ് പത്മരാഗം. അത് എപ്പോഴും അറ്റാച്ച്ഡ് ആണ്, പത്മത്തിലുള്ള നിറമാണ്, അത് മാറ്റാനേ ആകില്ല. അപ്പം നമ്മുടെ ഉള്ളിലുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ശിലാദർശ വളരെ സോളിഡാണ്. ശില, റോക്ക് വിത്ത് സോളിഡ് നേച്ചറാണ്, പ്രകൃതിയായുള്ള നിറമാണ്. അതെങ്ങനെയാണ് നമ്മളുള്ളിൽ അറ്റാച്ച്മെൻറ്റ്? സോളിഡ് നേച്ചറാണ്. അതാണ് ശിലാദർശ. ദർശനങ്ങളായി മാറണം, അതായത് റിഫ്ലക്ഷൻ, കണ്ണാടിയായി മാറണം. നമ്മുടെ ഉള്ളിലെ കല്ലുറച്ചതുപോലെയുള്ള കാമനകളെ ഇവിടെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാൻ സമയമായി. റൊമാൻറ്റിക്കലി അല്ല, റൊമാൻറ്റിക്കലി കാണുന്ന രീതിയിലല്ല പറയുന്നത്, അല്ലാതെ സോളിഡായിട്ട് കാണണം. നമ്മൾ ദർശിക്കാനുള്ള സമയമായി. എങ്ങനെ? പരിഭാവി കപോലഭൂഹു, പരിഭവിക്കുന്ന, അതായത് വെല്ലുന്നത് പോലെ എന്ന് വെച്ചാൽ അമ്മയുടെ കവിൾത്തടം എപ്രകാരം നമ്മൾ ഭൂ എന്നാൽ ഇവിടെ ഭൂമി എന്നുള്ളൊരർത്ഥവും കൂടെ ഉണ്ട്. അണ്ഡമാണ് അമ്മയുടെ മുഖമെങ്കിൽ ഭൂമിയാണ് അമ്മയുടെ കവിൾത്തടം, അതായത് ഭൂ. അവയെ വെല്ലുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? നവവിദ്രുമ ബിംബ ശ്രീനക്കാരീരതനച്ഛത. അങ്ങനെയെങ്കിൽ നവബിംബ, ഓരോരോ നവവിദ്രുമങ്ങളായി, വിദ്രുമം എന്നാൽ ന്യൂ ഗ്രോത്ത് എന്നാണ്, പുതിയൊരു വളർച്ച, പെർഫ്യൂം, പുതിയ സുഗന്ധമായി, പുതിയൊരു കോറൽ എന്ന് വെച്ചാൽ ഒരു തരം രത്നം തന്നെയാണ്. എല്ലാം പുതിയ തരമായി നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനാകും. ബിംബശ്രീ, ശ്രീ എന്നാൽ മുൻപും പറഞ്ഞതാണ്, സന്തതികൾ എന്നുള്ളൊരർത്ഥവും കൂടി ഉണ്ട്. അമ്മയുടെ സന്തതികൾ, അതായത് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ വിലമതിക്കാനാവാത്ത രത്നങ്ങളായ അമ്മയുടെ രത്നങ്ങളായി നമ്മൾ തിളങ്ങും. എവിടെ? ഈ ഭൂമിയിൽ, അതായത് അമ്മയുടെ കവിൾത്തടത്തിൽ അലങ്കാരമായി മിന്നുന്ന രത്നങ്ങളായി തിളങ്ങും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞെക്കാരീരതനച്ഛത, അങ്ങനെ സകലവിധമായ രത്നങ്ങളെയും വെല്ലുന്ന രീതിയിൽ അമ്മയുടെ സന്തതികളായ നമ്മൾ ഞെക്കാരി ഔട്ട്ഷൈൻ ചെയ്യും. അവയെല്ലാം വെല്ലുന്ന രീതിയിൽ നമ്മൾ തിളങ്ങും. എങ്ങനെ? രതനച്ഛത. രതനമെന്നാൽ അമ്മയുടെ ചുവന്ന ചുണ്ടുകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രതനച്ഛത, അവ അടഞ്ഞിരിക്കുന്നതായി പറയുന്നു. അതായത് മുൻപിലത്തെ വരിയിൽ പലർന്നുപോലെ അടച്ച് കേൾക്കുക, അമ്മ പറയുന്നത് കേൾക്കുക. രതനച്ഛത എന്നാൽ നമ്മൾ നമ്മളെ തന്നെ രത്നങ്ങളായി മാറ്റി അമ്മയുടെ സന്തതികളായി അമ്മ നമ്മുടെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് വരികൾ. അപ്പോൾ പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂഹു നവവിദ്രുമബിംബശ്രീ നെക്കാരീരതനച്ഛത. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.